പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 27 മുതൽ 38 വരെയുള്ള തിരുവചന ഭാഗമാണ് നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം. ഈ ഭാഗത്ത് 3 പ്രധാന കാര്യങ്ങളാണ് വിശുദ്ധ മത്തായി സുവിശേഷകൻ വിവരിക്കുന്നത്. ഒന്ന്, അന്ധരായ മനുഷ്യർക്ക് ഈശോ കാഴ്ച നൽകുന്നതാണ്. രണ്ടാമത്തത്, ഊമനായ ഒരു മനുഷ്യനെ ഈശോ സുഖപ്പെടുത്തുന്നതാണ്. മൂന്നാമത്തത്, പ്രേക്ഷിത വേലയ്ക്ക് ആളുകളെ അയക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ശിഷ്യന്മാരോട് പറയുന്നതാണ്. ഈ 3 കാര്യങ്ങളെ നമുക്ക് വിശദമായിട്ട് കാണാം. ഒന്നാമത് ഇതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വരാം. ഈശോ ഗദരായക്കാരുടെ നാട്ടിൽ നിന്ന് കടൽ കടന്ന് കഫർനാമിലെത്തുകയാണ്. ഈശോ അങ്ങനെ പോരാൻ കാരണമുണ്ട്. ഗദരായക്കാരുടെ നാട്ടിൽ പിശാച് ബാധിതനായ ഒരു മനുഷ്യനെ ഈശോ സുഖപ്പെടുത്തുമ്പോൾ ഈ പിശാച് ബാധയേറ്റ മനുഷ്യരിൽ നിന്ന് പിശാചുകൾ പന്നികളിൽ ആവേശിച്ച് ചെങ്കുത്തായ പാറകളിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചാകുകയാണ്. ഈ സംഭവങ്ങളെല്ലാം കണ്ട് ഭയചകിതരായിപ്പോയ ഗദരായക്കാർ ഈശോയോട് വന്ന് അപേക്ഷിക്കുകയാണ്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോകണേ എന്ന്. അങ്ങനെ ഈശോ അവിടെ നിന്ന് പോന്നു. കഫർനാമിൽ എത്തുമ്പോൾ കഫർനാമിൻ്റെ കടത്തീരത്ത് ജായിറൂസ് കരഞ്ഞുകൊണ്ട് കാത്തു നിൽക്കുകയാണ്. തൻ്റെ പുത്രി ആസന്ന മരണയായിരിക്കുന്നു, പെട്ടെന്ന് വന്ന് സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞ്. പുത്രി മരിച്ചുപോയി. ഈശോ പക്ഷേ ജായിറൂസിൻ്റെ മകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെ അവിടെ നിന്ന്, ആ വീട്ടിൽ നിന്ന് ഈശോ പുറത്ത് കിടക്കുമ്പോഴാണ് ആദ്യത്തെ സംഭവം, ഈ സുവിശേഷ ഭാഗം വിവരിക്കുന്ന ആദ്യത്തെ സംഭവം നടക്കുന്നത്. അവിടെ 2 അന്ധന്മാർ ഈശോയുടെ പുറകെ വന്നിട്ട്, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളെ സുഖപ്പെടുത്തണമേ എന്ന് യാചിക്കുകയാണ്. അങ്ങനെ അവർ കരഞ്ഞുകൊണ്ട് ഈശോയുടെ പുറകെ നടക്കുകയാണ്. പാലസ്തീനായിൽ ഇതൊരു അത്യപൂർവമായ കാഴ്ചയായിരുന്നില്ല. ചിലയിടങ്ങളിലൊക്കെ കാണുന്ന കാഴ്ചയാണ് അന്ധന്മാർ ഭിക്ഷയാചിച്ച് നടക്കുന്നത്. അവർ 2 പേരായിട്ടാണ് പലപ്പോഴും സഞ്ചരിച്ചിരുന്നത്. കാരണം അന്ധത ഫരിസേരെ നിയമജ്ഞരെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ശാപത്തിൻ്റെ ലക്ഷണമാണ്. ഇപ്പോൾ ദൈവശാപമുള്ള മനുഷ്യരാണ് ഈ അന്ധർ എന്നാണ് പൊതുവെ ജനങ്ങൾ കരുതിയിരുന്നത്. അതുകൊണ്ട് അവരെ കളിയാക്കുകയും ചിലരെങ്കിലുമൊക്കെ ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ പരസ്പര സഹായത്തിന് വേണ്ടി കൂടിയാണ് ഈ പാവപ്പെട്ട മനുഷ്യർ ഒരുമിച്ച് നടന്നിരുന്നത്. അങ്ങനെ ഈശോ കടന്നു പോകുന്നു എന്നറിയുമ്പോൾ അവർ ഈശോയുടെ പുറകെ ജനക്കൂട്ടത്തിൻ്റെ കൂടെ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് നടക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ടോ ഈശോ അവരെ ആദ്യം ശ്രദ്ധിക്കുന്നത് നമ്മൾ കാണുന്നതേ ഇല്ല. അപ്പോൾ അവർ വാശിയോടെ കൂടെ പുറകെ നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് നിസ്സഹായരും നിരാലംബരും ഒക്കെ ആയിട്ടുള്ള മനുഷ്യർ, അല്ലെങ്കിൽ ആത്മീയമോ ഭൗതികമോ ശാരീരികവുമായിട്ട് ന്യൂനതകളുള്ള മനുഷ്യർക്ക് അല്പം വാശി കൂടുതലാണ്. അവർ, പ്രത്യേകിച്ച് അവരെ ഗവനിക്കും എന്ന് അവർ പ്രതീക്ഷിക്കുന്ന മനുഷ്യർ, അവർ ഗവനിക്കുന്നില്ലെങ്കിൽ അവരുടെ വാശി പിന്നീട് കരച്ചിലായിട്ട് മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കുക. കൊച്ചു കുഞ്ഞുങ്ങൾ പെരുന്നാൾ സ്ഥലങ്ങളിലോ വല്ലതുമൊക്കെ അച്ഛനമ്മമാരുടെ കൂടെ നടന്ന് കളിപ്പാട്ടങ്ങൾ വേണമെന്ന് വാശി പിടിച്ച് നിൽക്കുമ്പോൾ അതിനൊന്നും മാതാപിതാക്കൾ വഴങ്ങുന്നില്ല എന്ന് കാണുമ്പോൾ പിന്നീട് ഒരു കരച്ചിലിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ കരച്ചിലിൽ നിന്നുള്ള സഹതാപത്തിൽ കൂടെയുള്ള ബന്ധുജനങ്ങൾ അവർക്ക് ഈ കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുക്കും നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഇവരുടെ ഈ വിലാപം, അത് ഒരു സഹതാപം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവരെ ശിഷ്യന്മാർ തടയേണ്ടതാണ്. ഇവിടെ ശിഷ്യന്മാർ അവരെ തടയുന്നതേയില്ല. പിന്നെ ഈശോ കഫർനാമിലെ ഒരു വീട്ടിലെത്തുമ്പോഴാണ് തിരിഞ്ഞ് അവരോട് ചോദിക്കുന്നത്, എനിക്കിത് ചെയ്തു തരാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്, ഇവരെ ഇത്രയും നേരം ഈശോ ശ്രദ്ധിക്കാതിരുന്നത് അവരുടെ വിശ്വാസത്തെ പരീക്ഷിക്കൽ കൂടിയായിരുന്നു. ഉടനെ ഈശോയുടെ ഈ ചോദ്യം കേട്ട ഉടനെ അവർ, ഞങ്ങൾ വിശ്വസിക്കുന്നു ഗുരു എന്ന് പറഞ്ഞ് ദയനീയമായിട്ട് ഉത്തരം നൽകുകയാണ്. ആ ക്ഷണത്തിൽ ഈശോ അവരെ സുഖപ്പെടുത്തുകയാണ്. നമുക്ക് ഈ ഭാഗത്തിൻ്റെ ആത്മീയവും ദൈവശാസ്ത്രവുമായ മാനങ്ങളിലേക്ക് വരാം. ദാവീദിൻ്റെ പുത്ര എന്ന സംജ്ഞ പൊതുവെ ഫരിസേയർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അത് രാഷ്ട്രീയ ഭരണത്തലവനെ
അല്ലെങ്കിൽ ഭൗതികനായ വിമോചകനെ സൂചിപ്പിക്കുന്ന പദമാണ്. മിശിഹ രാഷ്ട്രീയ ഭരണകർത്താവും ഭൗതികനായ വിമോചകനുമാണ് എന്നുള്ള ധാരണയിൽ നിന്നുണ്ടായ പദമാണ്, അല്ലെങ്കിൽ ആ സംബോധനയാണ് ദാവീദിന്റെ പുത്ര എന്ന്. ആ സംബോധന ഇവരുപയോഗിച്ചു എന്ന് പറയുമ്പോൾ മത്തായി സുവിശേഷകൻ പറയാതെ പറയുന്നത് ഇതാണ്: അന്ധത, യഥാർത്ഥത്തിലുള്ള അന്ധത മിശിഹായെ രാഷ്ട്രീയ വിമോചകനായിട്ട് കാണുന്നതാണ്. ജനക്കൂട്ടത്തിനിടയിൽ നിന്നാണ് ഇവരിങ്ങനെ വിളിക്കുന്നത്. ആ ജനക്കൂട്ടത്തിൻ്റെ ധാരണയും ഇത് തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ ഇവർക്ക് കാഴ്ച ലഭിച്ചു എന്ന് പറയുമ്പോൾ ഈ അന്ധമായ കാഴ്ചപ്പാടിനെ കൂടെ ഈശോ മാറ്റുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ഈ കാലത്തെ നമ്മുടെ വലിയൊരു അപജയം ഇതാണ്. പ്രിയപ്പെട്ടവരെ, ആത്മീയ കാര്യങ്ങളെ ഭൗതിക മാനദണ്ഡങ്ങളിലൂടെ കാണുന്നത് അന്ധതയാണ്. സഭയെ രാഷ്ട്രീയ പ്രസ്ഥാനമായി കാണുന്ന അന്ധതയാണ്. ആത്മീയമായ കാര്യങ്ങൾക്ക് രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചു പുലർത്തി നടക്കുന്നത് അന്ധതയാണ്. ഈ ഭാഗം നമ്മളോട് പറയുന്നത് ഇതെല്ലാമാണ്. രണ്ടാമത് ഈ ഭാഗത്തുള്ള ചിന്ത ഇതാണ്: ഈശോയുടെ സമീപത്തേക്ക് വരുമ്പോഴാണ് അവർക്ക് കാഴ്ച ലഭിക്കുന്നത്. നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അന്ധതയുണ്ടാകുന്നത്. എത്രമാത്രം നാം ദൈവത്തോട് അടുക്കുന്നുവോ അത്രമാത്രം നമുക്ക് ആത്മീയവും ഭൗതികവുമായി കാഴ്ചകൾ ഉണ്ടാവും. കൂടുതലായിട്ട് ആത്മീയമായിട്ട് നമ്മുടെ നയനങ്ങൾ തുറക്കപ്പെടും. ആത്മീയ കാര്യങ്ങളെ ആത്മീയമായി തന്നെ കാണാനുള്ള കാഴ്ച നമുക്ക് ലഭിക്കും. ഫുൾട്ടൻ ജേഷീൻ പറയുന്നുണ്ടല്ലോ, സൂര്യനിൽ നിന്ന് അകലുമ്പോഴാണ് നിഴൽ വലുതാകുന്നത്. സൂര്യൻ തലയ്ക്ക് മുകളിലാണെങ്കിൽ നിഴലേയില്ല. ഇരുട്ടും വിഷാദവുമൊക്കെ നിത്യപ്രകാശമായ മിശിഹായുടെ സന്നിധിയിൽ നാം നിൽക്കുമ്പോൾ തന്നെ ഇല്ലാതെ പോകും. ദൈവത്തിൻ്റെ പ്രകാശം, സാമീപ്യം നമ്മുടെ ഇടയിൽ സന്നിഹിതമാകുന്നത് പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ച് മാതാപിതാക്കളിലൂടെ, അധ്യാപകരിലൂടെയാണ്. എന്തുമാത്രം അവരോട് കുഞ്ഞുങ്ങളടുത്ത് നിൽക്കുന്നുവോ അതിനനുസരിച്ചാണ് അവരുടെ ജീവിതം പ്രകാശമയമാകുന്നത്. എന്തുമാത്രം മാതാപിതാക്കളിൽ നിന്നും ഗുരുഭൂതന്മാരിൽ നിന്നും അകലം പാലിക്കുന്നുവോ അത്രമാത്രം ഇരുട്ടിലും വിഷാദത്തിലും സങ്കീർണതകളിലുമൊക്കെ ആയിരിക്കും വിദ്യാർത്ഥികളുടെ ജീവിതം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ സംഭവം ഇതാണ്. അവിടെ മത്തായി ശ്ലീഹ പറയുന്നത് ജനക്കൂട്ടം ഊമനായ ഒരു മനുഷ്യനെ ഈശോയുടെ സന്നിധിയിൽ എത്തിച്ചു എന്നാണ്. ഇവിടെയുള്ള പ്രധാന ചിന്ത ഇതാണ്. ഈ ഭാഗം നമ്മളെ നമ്മുടെ സാമൂഹികമായ പ്രതിബദ്ധതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. ദൈന്യതയും സങ്കടവും അനുഭവിക്കുന്ന മനുഷ്യരെ കണ്ട് നമ്മൾ സഹതാപൂർവ്വം നോക്കി നിന്നാൽ പോരാ. അവരെ സുഖപ്പെടുത്താൻ കഴിയുന്നവരുടെ അടുത്ത് എത്തിക്കാനുള്ള സാമൂഹിക ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് ദൈവികമായ പ്രവൃത്തിയാണ്. ദൈവികമായ കാഴ്ചപ്പാടുകൾ ഉള്ളവർക്കാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഓർക്കുന്നത്, കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് 2-3 യുവജനങ്ങൾ ഒരു ബൈക്കിൽ പോകുന്ന സമയത്ത് ഒരു മരത്തിൻ്റെ ശിഖരം ഒടിഞ്ഞു വീണ് നടുക്കിരുന്ന ഒരു യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. തലയിൽ വീണ് ഗുരുതരമായി പരിക്കേറ്റു. അപ്പോൾ ആ ഇടവകയിലെ ഒരു യുവാവ് തിടുക്കത്തിൽ ഓടുകയാണ്. മാതാവിനെ പോലെ തിടുക്കത്തിലൂടെ പരിഭ്രാന്തനായിട്ട് ഓടുന്നു, സങ്കടപ്പെട്ട് ഓടുന്നു. ഇടവക വികാരിയുടെ അടുത്തേക്ക് ഓടുകയാണ്. എങ്ങനെയാണ് ഈ യുവാവിനെ സഹായിക്കേണ്ടതെന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ ഓർക്കുന്നു, ആ യുവാവ് എന്നെയും വിളിച്ചു ഓർക്കുന്നു. അവസാനം സെബാസ്റ്റ്യൻ പുന്നശ്ശേരി അച്ഛൻ്റെ പ്രത്യാശയിൽ എത്തുന്നു. അവിടെ നിന്ന് അച്ഛൻ്റെ നേതൃത്വത്തിൽ ആ ചികിത്സയ്ക്ക് വേണ്ട കൊല കാലങ്ങൾക്ക് മുമ്പാണ് ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വേണ്ട പണം കണ്ടെത്തി അടിയന്തരമായിട്ട് ശസ്ത്രക്രിയകളെല്ലാം നടത്തി ആ യുവാവ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. വേറൊരു സംഭവം ഓർക്കുന്നത്, ആത്മഹത്യക്ക് പോയി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞാണ് ആത്മഹത്യ ചെയ്യാനായിട്ട് പോയ ഒരു പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടുവന്നത്. റെയിൽ പാളയത്തിൽ നിന്ന് വീണ്ടെടുത്ത് വരുമ്പോൾ അവള് പരിപൂർണമായി തകർന്നു പോയിരുന്നു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഈ പെൺകുട്ടിയോട്, ഈ പാവം പെൺകുട്ടിയോട് ഒരുപാട് ഉപദേശങ്ങൾ പറഞ്ഞെങ്കിലും അവളുടെ മുഖത്ത് ഇരുട്ട് മാറുന്നില്ല. അവൾ ഡിപ്രഷനിലാണ്. അവളുടെ ജീവിതത്തെ പലരും കൂടി നശിപ്പിച്ച് കളഞ്ഞു.
ജീവിതത്തിൽ പ്രത്യാശയില്ലാതെ ജീവിതം അവസാനിപ്പിക്കാത്ത തരമില്ല, ഇപ്പോൾ ഒരു രക്ഷപ്പെടുത്തൽ നടത്തിയാലും ഇനി മുമ്പോട്ട് പോവുക സാധ്യമല്ല എന്ന ചിന്തയിൽ അവൾ കഴിയുമ്പോൾ അവിടെ നിന്ന് സഹതാപം കൂടിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തൊട്ടടുത്ത ഒരു വൈദികൻ്റെ അടുത്ത് ഈ പെൺകുട്ടിയെ കൊണ്ടുവരികയാണ്. 10 മിനിറ്റ് കൊണ്ട് അവളുടെ ജീവിതത്തിൽ പ്രകാശമുണ്ടായി എന്നാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തിയത്. കാരണം അവളോട് പറഞ്ഞു, ജീവിതം മുഴുവൻ തീർന്നു, ജീവിതം നശിച്ചു പോയി എന്ന് പ്രതീക്ഷിച്ചിരുന്ന, അങ്ങനെ വിചാരിച്ചിരുന്ന അവളോട് ഈ വൈദികൻ പറയുകയാണ്, ഇല്ല, ആർക്കും നിന്നെ വേണ്ടെങ്കിലും, നിന്റെ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ നിന്റെ മതത്തിനോ ആർക്കും നിന്നെ വേണ്ടെങ്കിലും നിന്നെ വേണ്ട ഒരാളുണ്ട്, അത് ക്രിസ്തുവാണ്. സർവരും തള്ളിപ്പറഞ്ഞാലും ക്രിസ്തുവിന് നീ വിലപ്പെട്ടയാളാണ്. ക്രിസ്തുവിന് നിന്നെ വേണം. ക്രിസ്തുവിന് നീ വിലപ്പെട്ടയാളാണ്. നിന്റെ ഒരപാകതയും ക്രിസ്തുവിൻ്റെ മുമ്പിൽ അപാകതകളല്ല. നിന്നെ മിശിഹ സ്നേഹിക്കുന്നു. 10 മിനിറ്റ് കൊണ്ട് അവൾക്ക് മാനസാന്തരം ഉണ്ടാകുന്നു. അവൾ ആർത്തരച്ച് വിലപിച്ച് കരയുകയും പിന്നീട് അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ വലിയൊരു പ്രതിബദ്ധത ഈ സുവിശേഷ ഭാഗം ഓർപ്പിക്കുകയാണ്. ജനക്കൂട്ടമാണ് ഊമനായ മനുഷ്യനെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. അവസാനത്തെ നമ്മുടെ ചിന്ത ഇതാണ്, അവസാന ഭാഗം ഇതാണ്. ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ആടുകളെപ്പോലെ ജനക്കൂട്ടം പരിഭ്രാന്തരും നിസ്സഹായരുമാണെന്ന് ഈശോ മനസ്സിലാക്കുകയും ഈശോയ്ക്ക് അവരുടെ മേൽ അനുകമ്പ തോന്നുകയും ചെയ്യുന്നു. ഈ ജനക്കൂട്ടം പരിഭ്രാന്തരും നിസ്സഹായരുമാകുന്നതിൻ്റെ കാരണം ഈശോ പറയുന്നത് ഇടയനില്ല എന്നുള്ളതാണ്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, പലപ്പോഴും ആടുകൾ മേയിച്ചുകൊണ്ട് പോകുന്ന ആള് ആരോടെങ്കിലുമൊക്കെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നല്ല അറിയാതെ ആടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി വഴി അറിയാതെ ഇങ്ങനെ പകച്ചു നിൽക്കുന്നത്. ആ ഒരു സംഭവമാണ് ഈശോ ഇവിടെ ഉപമ രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. പലപ്പോഴും ജനക്കൂട്ടം വഴിതിരിഞ്ഞു പോകുന്നതിന്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് തന്നെ അപജയമുണ്ടാകുന്നതിന് കാരണം യഥാർത്ഥത്തിലുള്ള ഡയറക്ഷൻ ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ്. നല്ല മാർഗനിർദ്ദേശങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ടാണ്. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹങ്ങളിലുമൊക്കെ ഒരുപാട് അപജയങ്ങൾ ഉണ്ടാകുന്നത് ശരിയായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ്. നമുക്ക് ഈ സമയത്ത് ഡയറക്ടർമാർ കാണിക്കുന്ന വഴികളിലൂടെ പോകാത്ത സംഘടനകളെക്കുറിച്ചും ഓർക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.